ഇത്രയും വലിയ ബാങ്ക് തട്ടിപ്പ് നമ്മളുടെ നാട്ടിൽ, അതും സഹകരണ ബാങ്കിൽ. വാർത്ത നമുക്കൊന്ന് കേൾക്കാം. ബിഗ് ടിവി ബ്രേക്കിംഗ് നൗ. ഇടുക്കിയിൽ CPIM നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കിലെ കോടികളുടെ ക്രമക്കേട് പുറത്ത്. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിലാണ് 10,42,00,000 രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. 2020-25 കാലഘട്ടത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെയാണ് ക്രമക്കേട് പുറത്തുവന്നത്. സീനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ പരാതിയിൽ ബാങ്ക് മുൻ പ്രസിഡന്റും സെക്രട്ടറിയും ജീവനക്കാരുമടക്കം 13 പേർക്കെതിരെ കേസെടുത്തു. എഫ്ഐആറിന്റെ പകർപ്പ് ബിഗ് ടിവിക്ക് ലഭിച്ചിട്ടുണ്ട്. 10,42,00,000 രൂപയാണ് കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടയിൽ ഒരു ചെറിയ സഹകരണ ബാങ്കിൽ നിന്നും സഖാക്കന്മാർ അടിച്ചു മാറ്റിയത്. ഈ തട്ടിപ്പിന്റെ കഥ പുറത്തു വരുന്നത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല, കുറേ മാസങ്ങളായി. പക്ഷെ ഭരണം മാറിയപ്പോഴാണ് കേസ് രജിസ്റ്റർ ചെയ്തതും അത് വാർത്തയാകുന്നതും. അവിടെ നിക്ഷേപം നടത്തിയിരുന്ന എത്രയോ ആളുകൾ നിക്ഷേപ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബാങ്കിന്റെ മുന്നിൽ സമരവുമായി എത്തി. BJP അടക്കമുള്ള സംഘടനകൾ തോപ്രാംകുടി സഹകരണ ബാങ്കിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് ഇതിനു മുമ്പേ ആരോപണം ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന കഥ ഞെട്ടിക്കുന്നതാണ്. ഇത് പക്ഷേ ഒരൊറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ എല്ലായിടത്തും CPM ഭരണം നടത്തുന്ന എല്ലാ സഹകരണ ബാങ്കിലും ഭരണത്തിന്റെ മറയുപയോഗിച്ച് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടന്നത് വലിയ വലിയ കോടികളുടെ കൊള്ളകളാണ്. സംസ്ഥാന വ്യാപകമായി ഇത് അന്വേഷിക്കപ്പെടണം.